കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചടുല നീക്കങ്ങളിലൂടെ രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചിരിക്കുകയാണ് CPM. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP നടത്തിയ അമ്പരപ്പിക്കുന്ന മുന്നേറ്റവും ഭരണവിരുദ്ധ വികാരങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ രംഗത്തിറക്കാൻ പാർട്ടി ആലോചിക്കുന്നുവെന്ന വാർത്ത രാഷ്ട്രീയ കേരളത്തിൽ പുതിയൊരു ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ പല ഇടതു കോട്ടകളിലും BJP വലിയ വോട്ട് വിഹിതം നേടുന്നത് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് മലമ്പുഴ, കായംകുളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ BJPയുടെ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടകൾ സംരക്ഷിക്കുക എന്നത് അഭിമാന പ്രശ്നമാണ്. ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന ഇടതു മുന്നണിക്ക് വോട്ടർമാരുടെ ഇടയിലുള്ള VS അച്യുതാനന്ദന്റെ സ്വാധീനം ഇപ്പോഴും ഒരു വലിയ കരുത്താണ്. VSന്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ മകനെ രംഗത്തിറക്കുന്നതിലൂടെ VS ഇഫക്റ്റ് വോട്ടാക്കി മാറ്റാമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു. അരുൺകുമാറിനായി പ്രധാനമായും 2 മണ്ഡലങ്ങളാണ് CPM പരിഗണിക്കുന്നത്. ആദ്യത്തേത് കായംകുളം. ആലപ്പുഴയിൽ പാർട്ടി നേരിടുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങൾക്കും സുധാകരനെ പോലുള്ള നേതാക്കളുടെ അതൃപ്തിക്കും പരിഹാരമായി അരുൺകുമാറിന്റെ വരവിനെ നേതൃത്വം കാണുന്നു. നിലവിലെ MLA പ്രതിഭയ്ക്ക് പകരക്കാരനായി അരുൺകുമാർ എത്തുന്നതിലൂടെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പുതിയ ആവേശം നിറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. രണ്ടാമത്തേത് മലമ്പുഴ. VS അച്യുതാനന്ദൻ പതിറ്റാണ്ടുകളോളം കാത്തു സൂക്ഷിച്ച മണ്ഡലമാണിത്. ഇവിടെ BJPയുടെ C കൃഷ്ണകുമാർ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ VS പുത്രൻ എന്ന മേൽവിലാസം ഏറെ സഹായിക്കുമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും വിലയിരുത്തുന്നു. VS അച്യുതാനന്ദൻ എന്നത് വെറും ഒരു പേര് മാത്രമല്ല, മറിച്ച് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ നീതിയുടെയും പോരാട്ടത്തിന്റെയും പര്യായമാണ്. VSന്റെ നിലപാടുകളും ജനഗീതിയും ഇന്നും വോട്ടർമാരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പൊതുസമിതി അരുൺകുമാറിലൂടെ പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിച്ചാൽ BJPയുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമെന്നും CPM കരുതുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ VSനോടുള്ള വൈകാരിക ബന്ധം പുലർത്തുന്ന കുടുംബങ്ങളുടെ പിന്തുണ ഉറപ്പിക്കാൻ ഈ നീക്കം സഹായിക്കും. അരുൺകുമാർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ ചെറുതല്ല. IHRD ഡയറക്ടർ ഇൻചാർജായി പ്രവർത്തിക്കുന്ന അദ്ദേഹം മത്സരിക്കണമെങ്കിൽ ഔദ്യോഗിക പദവി രാജിവെക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ കോടതിയുടെ പരിഗണനയിലുള്ളത് പ്രതിപക്ഷം ആയുധമാക്കാൻ സാധ്യതയുണ്ട്. അരുൺകുമാർ സ്ഥാനാർത്ഥിയായാൽ മുൻകാല വിവാദങ്ങൾ കുത്തിപ്പൊക്കി വരാൻ UDFും BJPയും ശ്രമിക്കുമെന്നതും ഉറപ്പാണ്. വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ആരും തന്നെ സമീപിച്ചിട്ടില്ലെന്നാണ് അരുൺകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റികളും ഈ നീക്കത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. VS അച്യുതാനന്ദൻ 101 വയസ്സ് വരെ നീണ്ട തന്റെ ജീവിതം പൂർത്തിയാക്കി വിടവാങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ അരുൺകുമാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് CPMന് പുതിയൊരു ഊർജ്ജം നൽകുമെന്ന് തന്നെയാണ് ഭൂരിഭാഗം പ്രവർത്തകരും വിശ്വസിക്കുന്നത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടമായിരിക്കും. BJPയെ പ്രതിരോധിക്കാനും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനും CPM പുറത്തെടുക്കുന്ന ഏറ്റവും വലിയ തുറുപ്പുചീട്ടായിരിക്കും VA അരുൺകുമാർ. ഈ നീക്കം ഫലം കാണുമോ എന്നത് വരും മാസങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കും. CPI ഉൾപ്പെടെയുള്ള പ്രധാന ഘടകകക്ഷികൾ ഈ നീക്കത്തെ രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ സ്വാഗതം ചെയ്യാൻ സാധ്യതയുണ്ട്. VS അച്യുതാനന്ദൻ എന്നത് CPMനപ്പുറം ഇടതു മുന്നണിയുടെ പൊതുവായ കരുത്തായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നൊരാൾ വരുന്നത് വിട്ടുപോയ വോട്ടർമാരെ, നിഷ്പക്ഷ വോട്ടർമാരെ തിരികെ എത്തിക്കാൻ സഹായിക്കുമെന്നും ഘടകകക്ഷികൾ കരുതുന്നു. BJP വെല്ലുവിളി നേരിടാൻ VS ബ്രാൻഡ് അനിവാര്യമാണെന്ന ബോധ്യം മുന്നണിയിലുണ്ട്. രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളെ മാറ്റി നിർത്തി നേതാക്കളുടെ മക്കൾക്ക് സീറ്റ് നൽകുന്നത് ഇടതു മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന നേരിയ അതൃപ്തി ചില ചെറിയ ഘടകകക്ഷികൾക്കിടയിലുമുണ്ട്. ഇത് പ്രതിപക്ഷത്തിന് കുടുംബവാഴ്ച എന്ന ആയുധം നൽകുമോ എന്ന് അവർ ഭയപ്പെടുന്നു. പ്രത്യേകിച്ചും അരുൺകുമാറിനെതിരെ പഴയ വിവാദങ്ങൾ നിലനിൽക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് മൊത്തത്തിൽ ക്ഷീണം ഉണ്ടാക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. കായംകുളം അല്ലെങ്കിൽ മലമ്പുഴ മണ്ഡലങ്ങൾ CPMന്റെ കുത്തക സീറ്റുകളായതിനാൽ സീറ്റ് വിഭജനത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകില്ല. എങ്കിലും ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥി വരുമ്പോൾ ഉണ്ടാകുന്ന അധിക ശ്രദ്ധ മറ്റു മണ്ഡലങ്ങളിലെ പ്രചാരണത്തെ ബാധിക്കരുതെന്ന് ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നു. അരുൺകുമാർ രാഷ്ട്രീയത്തിൽ അത്ര സജീവമല്ലാത്തതിനാൽ പെട്ടെന്നുള്ള ഈ പ്രവേശനം ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നതിൽ കേരള കോൺഗ്രസ് M, RSP തുടങ്ങിയ കക്ഷികൾക്ക് കരുതലുണ്ട്. എങ്കിലും ഭരണ തുടർച്ചയ്ക്കായി CPM എടുക്കുന്ന ഏത് കടുത്ത തീരുമാനത്തെ പിന്തുണയ്ക്കുക എന്ന കീഴ്വഴക്കം ഘടകകക്ഷികൾ ഇത്തവണയും തുടരാനാണ് സാധ്യത. ചുരുക്കത്തിൽ രാഷ്ട്രീയമായ നേട്ടങ്ങൾ മുന്നിൽ കണ്ട് ഈ നീക്കത്തെ പിന്തുണയ്ക്കുമ്പോഴും അത് ഉയർത്താൻ സാധ്യതയുള്ള വിവാദങ്ങളിൽ ഘടകകക്ഷികൾക്കും ജാഗ്രതയുണ്ട്.